ശ്രീ എം വി സഞ്ജു, ഇങ്ങനെയാണ് പോലീസ് പെരുമാറുന്നത് എങ്കിൽ വലിയ കഷ്ടമായിരിക്കും. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പ് നൽകേണ്ട സംവിധാനമാണ് പോലീസ്. ഒരു കാര്യവുമില്ലാതെ ഒരു കല്യാണ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന ആളുകൾ വഴിയരികിൽ വാഹനം നിർത്തിയിട്ട് പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ പൊതിരെ തല്ലുകയാണ്. തല്ലുക എന്ന് പറഞ്ഞാൽ വെറും തല്ലുമല്ല, ആ തല്ല് താങ്കളും കണ്ടിട്ടുണ്ടാകുമല്ലോ. എന്ത് പറ്റിപ്പോയി പോലീസിന് എന്ന് ആരും ആശ്ചര്യപ്പെടും. സഞ്ജു കേൾക്കുന്നില്ലേ? പോലീസ് പത്തനംതിട്ടയിൽ ചെയ്ത ഈ ക്രൂരകൃത്യത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പത്തനംതിട്ടയിൽ അടൂരിൽ നിന്ന് ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തതിന് മടങ്ങി വന്നതിന് ശേഷം നിരപരാധികളായ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ദമ്പതികളെ ഉൾപ്പെടെയുള്ളവരെ അകാരണമായാണ് പോലീസ് മർദ്ദിച്ചിരിക്കുന്നത്. ഇതിനെ ഒരു തരത്തിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുള്ള ഒരാൾക്കും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഈ സംഭവത്തെ അപലപിക്കുന്നു. ഇതിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരായിട്ടുള്ള നടപടി ത്വരിതഗതിയിൽ തന്നെ എടുക്കണമെന്ന് തന്നെയാണ് CPIM ആവശ്യപ്പെട്ടിട്ടുള്ളതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിൽ ഈ അനിഷ്ട സംഭവം ഉണ്ടായപ്പോൾ ആവശ്യമായ ഇടപെടൽ നടത്തുകയും രാവിലെ തന്നെ പോലീസ് മൊഴിയെടുക്കുകയും 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായ വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമാകുന്നില്ല. ഇതിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം എന്ന ഒരു വകുപ്പ് കൂടി ചേർക്കേണ്ടതുണ്ട്. 384 വകുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് BNSൽ 74 ആ വകുപ്പ് ഈ FIRനകത്ത് കൂട്ടിച്ചേർത്തിട്ടില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട അതിശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതേ അഭിപ്രായം തന്നെയാണ് CPIMനും ഉള്ളത്. അല്ല, ഈ പോലീസ് പ്രത്യേകിച്ച് ഈ ജിനുവിന്റെ നേതൃത്വത്തിൽ സമാനമായ ആക്രമ പരമ്പരകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസ്, അതാണ് എനിക്ക് ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പൊ ഈ പോലീസിനെ സംബന്ധിച്ച് ഈ സ്റ്റേഷനിലെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനെ കുറിച്ചും ഈ SIയെ കുറിച്ചും ഇത് സ്ഥിരം പരാതിയാണെങ്കിൽ ഇങ്ങനെയാണ് അവിടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നത് എന്നാണോ? ഒരു കാര്യവുമില്ലാതെ നിരപരാധികളായ മനുഷ്യന്മാരെ മൃഗീയമായി മർദ്ദിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കൺമുൻപിൽ കാണുകയാണ്. ഇത് തന്നെയാണ് പണി എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊക്കെ അത്ഭുതം തോന്നുകയാണ്. അല്ല, സിസ്റ്റത്തിന് കുഴപ്പമില്ല. ഈ ഇദ്ദേഹത്തിൻ്റെ നേരിലുണ്ടാകുന്ന ആക്രമണങ്ങൾ, അതിന് കൃത്യമായ പരാതി ഇപ്പോഴാണ് കൃത്യമായ ഒരാൾ കൊടുക്കാൻ തയ്യാറായത്. വേറെ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു പരാതിയിൽ ഇതുപോലെ തന്നെ ആശുപത്രിയിൽ കിടന്നൊരാൾ കിടന്നിരുന്നു. അത് പോലീസ് മൊഴിയെടുത്തില്ല. പക്ഷെങ്കിൽ അത് പ്രൈവറ്റ് കംപ്ലയിൻ്റ് എന്ന നിലയിൽ കോടതിയിൽ കൊടുക്കുന്നതിന് വേണ്ടി അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പരാതികൾ ഇദ്ദേഹത്തിനെതിരെ പോയിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായ നടപടികളെല്ലാം ഉണ്ടാകും. പക്ഷേ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നടപടി കുറെ കൂടെ ശക്തമാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, ഇതിപ്പോൾ ആദ്യം അദ്ദേഹത്തെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റുന്നു, ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റുന്നു. പിന്നീട് വൈകുന്നേരമാണ് DIGയുടെ നിർദ്ദേശമൊക്കെ അനുസരിച്ച് സസ്പെൻഷൻ ഓർഡറൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലം ഇയാൾ ഇത്തരത്തിലുള്ള അപകടകാരിയായ ഒരു ഉദ്യോഗസ്ഥനാണ്? സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തും രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആൾ ജീവൻ കളയാൻ തക്കവണ്ണം പെരുമാറുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇയാൾ ഇത്രയും കാലം അവിടെ തുടർന്നു എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. ഇതൊക്കെ ഇങ്ങനെ ചെയ്തോട്ടെ എന്നുള്ള മട്ടിൽ എങ്ങനെയാണ് ഈ പോലീസുകാരൻ ഇങ്ങനെ തുടരുന്നത്? അവിടെ ഇത്രയും കാലം തുടർന്നത് എങ്ങനെയാണ്? അങ്ങനെ തുടരാൻ അനുവദിക്കുകയില്ല. ശക്തമായ ഒരു പരാതി ഇപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ളത്. പലരെയും ഉപദ്രവിച്ചിട്ടുണ്ട്, വഴിയാത്രക്കാരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. പക്ഷേ അവരാരും ഇദ്ദേഹത്തിനെതിരെ പരാതി ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെ ഒരു കർശന നിയന്ത്രണത്തിൽ തന്നെ ആയിരുന്നു ഇദ്ദേഹം. പക്ഷേ പല സന്ദർഭങ്ങളിലും ഇദ്ദേഹം ആ നിയന്ത്രണത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അക്രമകാരിയാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പത്തനംതിട്ടയിലെ പോലീസിനെ പൊതുവായി നമുക്ക് ആ നിലയിൽ ആക്ഷേപിക്കാൻ കഴിയുന്നതല്ല. പല കാര്യങ്ങളിലും വളരെ മികച്ച പ്രവർത്തനം നടത്തുന്നവർ തന്നെയാണ് പത്തനംതിട്ടയിലെ പോലീസ് സംവിധാനവും. നയത്തിന് വിരുദ്ധമാണ് മായ്ക്കുമല്ലോ. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായിട്ടാണ് ഇയാൾ പെരുമാറിയത് എങ്കിൽ ഇയാൾക്ക് നിരന്തരമായി ഇങ്ങനെ പെരുമാറാൻ എങ്ങനെ അവിടെ സാധിച്ചു? എങ്ങനെയാണ് അയാൾ നിരന്തരമായി അങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ശരി, ആവട്ടെ.